അങ്ങനെ നമ്മൾ അടുത്ത നമ്മളുടെ റിട്ടേൺ ട്രിപ്പിൻ്റെ യാത്രയ്ക്കുള്ള പുറപ്പാടിലാണ്. തിരിച്ച് എയർപോർട്ടിലോട്ട്. രാവിലെ ഇപ്പോൾ സമയം 3:30 മണി. നമ്മുടെ വണ്ടി വന്നു. ഇപ്പോൾ നമ്മൾ തിരിക്കുകയാണ്. ഇപ്പം ഗേറ്റൊക്കെ അടച്ച് നമ്മളിപ്പം നേരെ എയർപോർട്ടിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. 10:30 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പം പോയി കഴിഞ്ഞാൽ നമ്മളൊരു 6 മണിയോടുകൂടിയൊക്കെ അങ്ങ് എയർപോർട്ടിലെത്തും. വലിയ റഷൊന്നും ഇല്ലാതെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങുന്നത്. ഇതാണ് നമ്മളുടെ കുടുംബക്ഷേത്രം. വീടിനോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഇപ്പം നമ്മുടെ വീടിൻ്റെ കാർ പാർക്കിങ്ങും ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ പതുക്കെ ഇവിടെ എല്ലാം ക്ലോസ് ചെയ്ത് നമ്മളിപ്പം പോവുകയാണ്. നേരെ എറണാകുളം അങ്ങനെ നെടുമ്പാശ്ശേരിയിലോട്ട് ഉള്ള യാത്രയിലാണ്. നമ്മളിപ്പോൾ അങ്ങനെ കൊച്ചിയിലെത്തി. കൊച്ചിയിൽ നിന്ന് നമ്മളിപ്പോൾ നെടുമ്പാശ്ശേരിയിലോട്ടുള്ള ആ റൂട്ടിലൂടെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. മേളിൽ കൂടെ പോകുന്ന മെട്രോയാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിരുന്നു നമ്മുടെ ലുലു ഒക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ എയർപോർട്ടിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് എത്തിക്കഴിഞ്ഞു. ഇതിപ്പം എയർപോർട്ടിൻ്റെ എൻട്രൻസാണ്. എൻട്രൻസിൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നേരെ നമ്മളിപ്പോൾ എയർപോർട്ടിനുള്ളിലോട്ടാണ് പോകാൻ പോകുന്നത്. നമ്മളെപ്പോൾ വന്നാലും ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ടീ ഷോപ്പിൽ ഒരു ചായക്കട കയറാറുണ്ട്. ആ ചായക്കടയാണ് ഇത്. രാവിലെ വന്നാൽ മിക്കവാറും ഇവിടെ നിന്നൊരു കോഫി കുടിച്ചിട്ടാണ് നമ്മൾ പിന്നെ എയർപോർട്ടിലോട്ട് പോകാറ്. നമ്മളങ്ങനെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. അടുത്ത 3 മണിക്കൂർ ഉണ്ട് ഇനിയും ഫ്ലൈറ്റിന്. അതൊക്കെ ലഗേജൊക്കെ ഇടാം. പേപ്പർ ബോട്ട് അത് വന്നിട്ട് വെളിയിൽ 20 രൂപ, ഇവിടെ 100 രൂപ. അപ്പോൾ 4 5 മടങ്ങാണ് അവർ ആഫ്റ്റർ പ്രോഫിറ്റ് പിന്നെയും പ്രോഫിറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രോഫിറ്റിനെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ? ഓരോ സാധനങ്ങളിൽ അവർ വില ഈടാക്കുന്നത്. നമ്മളിവിടുത്തെ ലോഞ്ചിലോട്ട് പോവുക. നമ്മുടെ ഫ്ലൈറ്റ് അവിടെ അങ്ങനെ വന്ന് കിടപ്പുണ്ടോ എന്നറിയില്ല. വന്നിട്ടില്ലെന്ന് തോന്നുന്നു. സമയമായില്ല. കോട്ടാണ് ബർഗർ കിങ്, ചിക്കിങ്, കോവൈ ഭവന അങ്ങനെ പറഞ്ഞ് കുറച്ച് സംഭവങ്ങളുണ്ട്. നമ്മൾ ഈ ബിസിനസ് ലോഞ്ചിലെത്തി. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട്. ഫ്ലൈറ്റ് ഇതുവരെ ലാൻഡ് ആയിട്ടില്ല ശ്രീലങ്കൻ എയർവേസ്. ഇപ്പോൾ ഇനിയുണ്ടൊരു 2 മണിക്കൂർ കൂടെ. നമ്മുടെ ബിസിനസ് ലോഞ്ചിലുള്ള ബാറിലിരിക്കുക. ഞാൻ വെള്ളം വാങ്ങി. ഇവിടെ എന്തോ ഒരു കളർ കൊക്കക്കോളയാന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ലോഞ്ചിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ പോകണം. ഇവിടെ ഭയങ്കര ക്രൗഡായി. എമിറേറ്റ്സിൻ്റെ ഒക്കെ സ്റ്റാഫൊക്കെ അവർ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നോർമലി ഇവിടെ വന്നിരിക്കുമ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു സിനിമാ പ്രവർത്തകരെ കാണാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബിജു മേനോനെ കണ്ടിരുന്നു. ഇപ്പം സംവിധായകൻ ജോഷി അവിടെ ഇരിപ്പുണ്ട്. ആരെങ്കിലുമൊക്കെ കാണാറുണ്ട് ഇങ്ങനെ ഇവിടെ വരുമ്പോൾ മിക്കവാറും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വന്നിട്ട് നേരെ നമ്മൾ ബോഡി എന്ന പ്ലേസിലോട്ട് പോകാം. അവിടെ പോയിട്ട് അവിടെ ഇരിക്കാം. നമ്മളങ്ങനെ ബോഡി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വി ആർ ഗോയിങ് ടു കൊളംബോ. കൊളംബോയിൽ ഒരു 6-7 മണിക്കൂർ നിന്നിട്ട് അവിടെ നിന്ന് റിയാദ്. നമുക്ക്
ഇനി കൊളംബോയിൽ ചെന്നിട്ട് കാണാം. ഇതാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബോർഡിംഗ് ഏരിയ. ഗേറ്റ് നമ്പർ 2 ഇവിടെ കാണാം, ഗേറ്റ് നമ്പർ 3 അവിടെ കാണാം. അങ്ങനെ നമ്മളങ്ങനെ ഗേറ്റിലെത്തി. നമ്മുടെ ഫ്ലൈറ്റ് ഇതാ കിടക്കുന്നു, ശ്രീലങ്കൻ എയർവേസ്. ഇവിടെ ഒരു എമിറേറ്റ്സ് കിടക്കുന്നുണ്ട്, അത് ഡിലേ ആണ് ഇന്ന് 1 hour. നമ്മൾ ശ്രീലങ്കയിൽ ലാൻഡഡായി. ഇവിടെ നിൽക്കാം, നമുക്ക് ഇവിടെ നിൽക്കാം. നമ്മളങ്ങനെ ശ്രീലങ്കൻ കൊളംബോ വിമാനത്താവളത്തിൽ ലാൻഡഡ്. നമ്മളിനി അടുത്ത ട്രാൻസിറ്റ് ടൈം 7 hours ഉണ്ട് ഇവിടെ. ഇവിടെ ഇനി പോസ്റ്റാണ്. നമ്മൾ വിൽ സീ ഹൗ വി ക്യാൻ സ്പെൻഡ് അവർ ടൈം. ലണ്ടൻ ഹീത്രോ ബോർഡിംഗ് ആയി. അങ്ങനെ ശരത് അങ്ങനെ അകത്തോട്ട് കയറി ഗേറ്റിലോട്ട് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് പോവുകയാണ്. ഞങ്ങൾക്കിവിടെ ഒരു 6 to 7 hours ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ തന്നെ ഉണ്ട്. ശരത് സെക്യൂരിറ്റി ചെക്കപ്പിൽ നിൽക്കുക. നമ്മളിപ്പോൾ ട്രാൻസിറ്റിൽ 6-7 മണിക്കൂർ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ലോഞ്ചിൽ കയറാമെന്ന് വെച്ചിരിക്കുന്നു. എന്നിട്ട് അവിടെ പോയി റിലാക്സ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാം. ഓണറബിൾ വിസ ഇവിടെ ഉണ്ട്. പക്ഷെ 5-6 hours വേണ്ടി നമ്മൾ വെളിയിൽ പോയാലും എല്ലാം കാണാനുണ്ടോ എന്നുള്ളത് സംശയമായതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങി അങ്ങോട്ടൊന്ന് തന്നെ പോവാം. നോക്കാം ആദ്യം. ഇവിടെ ഒന്നും കറങ്ങി കാണാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നും ഇല്ല അധികമായിട്ട്. എന്നാലും ഒരു കറക്കം കറങ്ങി വരാം. ഇതുവഴിയൊക്കെ നമ്മൾ കുറച്ച് കൊച്ചിയിലോട്ട് പോകുന്ന സമയത്ത് ഇതുവഴിയൊക്കെയാണ് വന്നത്. അവിടെ ഒരു കോഫി ഷോപ്പിലാണ് ഇരുന്നത്. ജസ്റ്റ് നോക്കാം, സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ്, അതാണ് ഞാനിവിടെ മനസ്സിലാക്കിയത്. ഞാൻ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കാര്യങ്ങളെല്ലാം കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മൾ മറ്റുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നും കുറച്ചുകൂടെ ഹയർ പ്രൈസ്. ഈ ശ്രീലങ്കയുടെ ഈ കറൻസിക്ക് വലിയ വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഒന്ന് കറങ്ങിയടിച്ച് വരാം. നമ്മൾ അവിടെ അത് കോഫി ബീനിലായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോൾ പോയിരുന്നത്. സ്പാസിലോ പിന്നെ കുറേ കടകളുണ്ട് ഇവിടെ. ബർഗർ കിങ്, യുണീക്ക് ആർട്ടിസ്റ്റ്, അവിടെ ഒരു ബർഗർ കിങ് അറിയൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഈ മാഗ്നറ്റൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന ശ്രീലങ്കയുടെ. നമ്മൾ പണ്ട് ശ്രീലങ്കയിൽ വന്ന് 10-12 ദിവസം കറങ്ങിയിട്ടുള്ളതാണ്. ശ്രീലങ്ക പലയിടത്തും പോയിട്ടുണ്ട്. ഇത് ഈ മാഗ്നറ്റ് ഉണ്ട് സുവനീർ പോലത്തെ, അത് ഒരു പീസിന് $5 ആണ് വില. ഇപ്പം വന്നിട്ട് ഇവിടെ ഒരു ലോഞ്ചിലിരിക്കുകയാണ്, പാം ലോഞ്ച് എന്ന് പറഞ്ഞിട്ട്, എയർപോർട്ടിനുള്ളിൽ. അവിടെ നമ്മൾ കയറി ഇപ്പം 5-6 മണിക്കൂറുണ്ടല്ലോ. അപ്പോൾ ആ ലോഞ്ചിൽ ജസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യാണ്. കുറേ ഫ്ലൈറ്റുകൾ ഇവിടെ കിടപ്പുണ്ട്. ശ്രീലങ്കൻ എയർവേസ് ഇപ്പോൾ വന്നാണ് ഈ എയർ അറേബ്യ. ഒരു ശ്രീലങ്കൻ എയർവേസ് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽപ്പുണ്ട്. അവരിപ്പം ടേക്ക് ഓഫ് ആകാൻ പോവുകയാണ്. അത് പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി ഇങ്ങോട്ട്. വേറെ ഒരു എയർലൈൻസ് ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ ഫുൾ ഫിറ്റ്സ് എയറോ അങ്ങനെ എന്തോരണം. ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ ഇവിടുത്തെ ഓരോ ഓപ്പറേഷൻ നോക്കി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ സൈഡിലൊക്കെ ഫ്ലൈറ്റ് കിടപ്പുണ്ട്. അതൊക്കെ
ഈ പറഞ്ഞ ഇതുപോലത്തെ ഫ്ലൈറ്റുകളൊക്കെ തന്നെയാണ് ശ്രീലങ്കനും ഫിറ്റ്സും അങ്ങനെയുള്ള ഫ്ലൈറ്റ്സുകൾ. ഫിറ്റ്സ് എയർ ഏത് രാജ്യത്തെയെന്ന് മനസ്സിലായില്ല. ഞാൻ ആദ്യമായിട്ട് കാണുക ആ എയർലൈൻ. ഇതാണ് ലോഞ്ച്. ടാറ്റയുടെ വിസ്താര ഫ്ലൈറ്റ് ലാൻഡഡ് ജസ്റ്റ് നൗ. വലിയ ട്രാഫിക്കുള്ള ഒരു എയർപോർട്ടല്ല ശ്രീലങ്ക. ഇവിടെ ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഫ്ലൈറ്റ് വരുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ സൈലൻ്റാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് എണ്ണ എടുക്കുക ഓരോ ഫ്ലൈറ്റിന്. ഇപ്പോൾ ഇത്തിഹാദ് കടന്നു വരൂ പാർക്കിംഗ് സോണിലോട്ട് കടന്നു വരൂ. സമയം 5:30. നമ്മുടെ ബോർഡിങ് തുടങ്ങി. ഗേറ്റ് നമ്പർ 9 നമ്മുടെ ബോർഡ് ചെയ്യുന്ന ഗേറ്റ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഓൾമോസ്റ്റ് ബോർഡിങ് ലാസ്റ്റായിട്ട് നമ്മളും കയറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത ട്രിപ്പുമായിട്ട് മറ്റൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ കാണാം. ഇപ്പം നേരെ റിയാദിലോട്ട്.